ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് സ്വീഡനിലെ വിശുദ്ധ ബ്രിജിത്തയുടെ തിരുനാൾ ഇന്ന് സന്തോഷത്തോടെ ഓർക്കുകയാണ്. നമ്മളിന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 12-ാം അധ്യായം 46 മുതൽ 50 വരെയുള്ള വാക്യങ്ങളാണ് ധ്യാനിക്കുന്നത്. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് യേശുനാഥൻ തന്നെ കാണാനെത്തിയ അമ്മയും സഹോദരനെയും കുറിച്ച് കേട്ടപ്പോൾ തന്നോട് കൂടെ ഇരുന്നവരോട് എൻ്റെ സഹോദരങ്ങളും അമ്മയൊക്കെ നിങ്ങളാണ്, കാരണം ദൈവവചനം പാലിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരൊക്കെ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളൊക്കെ ആകുമെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്ഥാനത്തെയോ മഹിമയോ കുറയ്ക്കുന്നൊരു വചനമല്ല. അവളുടെ ആ വിഖ്യാതമായ പുണ്യങ്ങളോട് കൂറ് പുലർത്തുന്ന, കൂട്ടിച്ചേർക്കുന്ന ക്രിസ്തുവിൻ്റെ വചനങ്ങളാണ്. കാരണം മറിയത്തെ ക്രിസ്തുവിൻ്റെ അമ്മയായതുകൊണ്ട് മാത്രമല്ല അവൻ സ്നേഹിച്ചത്. അവൾ ക്രിസ്തുവിൻ്റെ അമ്മയാകാൻ തീരുമാനിച്ചത് തന്നെ ദൈവവചനത്തെ ഉള്ളിൽ പേറുകയും അതനുസരിക്കുകയൊക്കെ ചെയ്തതുകൊണ്ടാണ്. അവൾ അനുസരണം, ദൈവത്തോടുള്ള അനുസരണത്തെ പ്രതി സ്വന്തം ജീവിതം തന്നെ ഇല്ലാതാകാൻ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചു വന്നു. കാരണം ആ കാലത്ത് പുരുഷനെ കൂടാതെ പ്രസവിക്കുന്നത് മരണം ഏറ്റെടുക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അത് അവൾ സ്വീകരിച്ചവളാണ്. അപ്പോൾ ക്രിസ്തുവിനെ, ദൈവത്തെ അത്രമാത്രം സ്നേഹിച്ചവളുടെ പേരാണ് മറിയം. അപ്പോൾ അങ്ങനെ സ്നേഹിച്ചത് എല്ലാത്തിനേക്കാളും ഉപരിയാണ്. അവൾ അനുസരിച്ചുകൊണ്ടാണ് സ്നേഹിച്ചത്. ദൈവവചനം അവളുടെ മുമ്പിലേക്ക് വന്നപ്പോൾ അവൾ ശിരസ് മനസ്സനുസരിച്ചു. അപ്പോൾ ഇത് ഈ ഒരു അനുഗ്രഹത്തിലേക്ക് ഇനി വരാൻ ആൾക്കാർക്ക് സാധിക്കില്ലല്ലോ. കാരണം ഇനി ഈശോയെ പ്രസവിക്കാൻ മറിയത്തെ പോലെ അമ്മയായി തീരുന്നാർക്കും കഴിയില്ല. പക്ഷേ ഇനിയും ക്രിസ്തുവിൻ്റെ അമ്മയും സഹോദരങ്ങളും ആകാൻ കഴിയും. അപ്പോൾ ഇതിന് പിന്നിൽ മറ്റൊരു പശ്ചാത്തലം കൂടെ ഉണ്ട്. കാരണം യഹൂദർ രക്തബന്ധത്തിൽ, അതായത് അവരുടെ രക്തത്തിൻ്റെ മഹിമയിൽ വിശ്വസിച്ചിരുന്നവരാണ്. അബ്രഹാത്തിൻ്റെ സന്തതികളാണ്, അവർ മോശയുടെ വംശപരമ്പരയിൽപ്പെട്ടവരാണ്, അവർ ദൈവത്തിൻ്റെ ജനമാണ്. അങ്ങനെയൊക്കെ ജീവിച്ചിരുന്നൊരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇനി ഈശോയുടെ ബന്ധമായി തീരാൻ ഈശോയുടെ രക്തത്തിലോ ആ കുലത്തിലോ ഒക്കെ പിറക്കണമെന്നുള്ള തെറ്റായ ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി ഈശോ പറയുന്നത്, അല്ലാതെ മറിയത്തിൻ്റെ മഹിമ കുറയ്ക്കാൻ വേണ്ടിയല്ല. ഇനിയും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മക്കളായി മാറാം, ദൈവത്തിൻ്റെ അമ്മയും സഹോദരങ്ങളുമായി അവൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാകാം, നിങ്ങൾ ദൈവവചനം പാലിച്ചാൽ മതി. അങ്ങനെ യേശുനാഥൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ക്രിസ്തുവിനെ അഗാധമായി സ്നേഹിക്കുന്നവരും വചനത്തെ പാലിക്കുന്നവരൊക്കെ അവൻ്റെ സഹോദരങ്ങളെ മാറും. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിശുദ്ധ ബ്രിജിത്ത. 10-ാം വയസ്സിൽ അവർക്ക് ഈശോനാഥൻ പീഡാസഹനത്തോടെ പ്രത്യക്ഷപ്പെട്ടു. അവൾ അന്ന് മുതലേ ക്രിസ്തുവിനെ സ്നേഹിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ വിവാഹിതയായെങ്കിലും അവൾ ഭർത്താവിനെയും സ്നേഹിച്ചു, ഈശോയെയും അമിതമായി സ്നേഹിച്ചുകൊണ്ടേയിരുന്നു. അവൾ ഉത്തമയായ ഭാര്യയായിരുന്നു, അമ്മയായിരുന്നു. അതോടൊപ്പം അവൾ ക്രിസ്തുവിനെ സ്നേഹിച്ചു. പക്ഷേ ഭർത്താവിൻ്റെ വിയോഗത്തോടു കൂടി അവൾ തന്നെ പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിച്ചു. പ്രത്യേകിച്ച് ക്രൂശിതനായ ക്രിസ്തുവിനെ അവൾ സ്നേഹിച്ചത്. എൻ്റെ സ്നേഹം ക്രൂശിക്കപ്പെട്ടു എന്ന് നിലവിളിച്ചുകൊണ്ട് അവൾ ഈശോയെ സ്നേഹിച്ചുകൊണ്ടിരുന്നു, അഗാധമായി സ്നേഹിച്ചുകൊണ്ടിരുന്നു, ക്രിസ്തുവിൻ്റെ വചനങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ടിരുന്നു. കാരണം ക്രിസ്തു അവൾക്ക് പ്രത്യക്ഷപ്പെടുകയും തൻ്റെ പീഡാസഹനങ്ങളെ കാണിച്ചു കൊടുക്കുകയും ക്രിസ്തു ആവശ്യപ്പെട്ടതുപോലെ അവൾ നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തു. വചനം അക്ഷരാർത്ഥത്തിൽ അവൾ പാലിച്ചുകൊണ്ടിരുന്നു. ഒരു സന്യാസിനി സഭയ്ക്ക് രൂപം കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ വചനം അവൾ പാലിച്ചു. അങ്ങനെ ക്രിസ്തുവിനോടുള്ള സ്നേഹം അവൾ അമിതമായി പ്രകടിപ്പിക്കുമ്പോൾ ക്രിസ്തു അവൾക്ക് മുമ്പിൽ സ്വന്തം അമ്മ എന്ന വണ്ണം, അല്ലെങ്കിൽ സ്വന്തം സഹോദരൻ എന്ന വണ്ണം ക്രിസ്തു അവൾക്ക് പ്രാപ്യനായി തീർന്നുകൊണ്ടിരുന്നു. ഇത് യേശുനാഥൻ നേരത്തെ പറഞ്ഞ കാര്യം അക്ഷരാർത്ഥത്തിൽ നമുക്ക് കാണിച്ചു തരികയാണ്. നമ്മളും അവനെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ, അവൻ്റെ വചനം പാലിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ അവൻ്റെ കുടുംബത്തിലെ അംഗമായി മാറുകയാണ്. നമ്മൾ ദൈവിക കുടുംബത്തിൽ അംഗമായി. ക്രിസ്തു അപ്പോൾ എനിക്ക് തൊട്ടടുത്ത ദൈവമായി മാറുകയാണ്. ദൈവം എന്നതിനേക്കാൾ ഉപരി രക്തബന്ധത്തിൻ്റെ ആഴത്തിലേക്ക് വരികയാണ്. കാരണം ബ്രിജിത്തയ്ക്ക് യേശുനാഥൻ പ്രത്യക്ഷപ്പെടുന്നത് തൊട്ടടുത്ത ബന്ധുവിനെ പോലെയാണ്, ഒരു സഹോദരനെ പോലെ, സ്നേഹിതനെ പോലെ ക്രിസ്തു അവളുടെ തൊട്ടടുത്ത് വരികയാണ്. ഇതെല്ലാവരുടെ ജീവിതത്തിലും സാധ്യമാണ്, മറിയത്തിനും സാധ്യമായതുപോലെ. ദൈവവചനം പാലിക്കുക, ക്രിസ്തുവിനെ അഗാധമായി സ്നേഹിക്കുക, അതേ സ്നേഹം അവൻ പിടിച്ചു തരും എന്ന് നമുക്ക് ഉറപ്പെടുത്തും. അപ്പോൾ ഈ ഒരു വചനം ധ്യാനിക്കുമ്പോൾ അമ്മയെപ്പോലെ വചനം ധ്യാനിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടും നമുക്ക് ക്രിസ്തുവിൻ്റെ കുടുംബത്തിലെ അംഗമായി മാറാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.